സുധാകരൻ ഈ കാലത്ത് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മൂപ്പര് പാർട്ടിയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ BJPക്ക് പോകണമെന്ന്. അത് ഇവിടെ കോൺഗ്രസിന്റെ ആളുകൾ ആരും കേട്ടിട്ടില്ല. ആൺകുട്ടിയാണെങ്കിൽ ഹാജരാക്കട്ടെ, യൂട്യൂബിലുണ്ട് ആൺകുട്ടിയാണ് ഹാജരാക്കട്ടെ. ഇതിലുണ്ട് ഏത് മൊബൈലിൽ നാട്ടിൽ പുറത്തേക്ക് വാട്സപ്പ് യൂണിവേഴ്സിറ്റി അല്ല ഒരു കാര്യം തീരുമാനിക്കല്. അതാണ് ഞങ്ങൾ അവരോട് പറഞ്ഞത്. അല്ല, ഇതിപ്പോ എന്താ സുധാകരൻ ചർച്ചയിൽ വരാൻ കാര്യം? ഇവിടെ കുറച്ച് സുധാകരന്റെ ആൾക്കാരുണ്ട്, അതായത് BJP കോൺഗ്രസ്സുകാർ കുറച്ചുണ്ട്. അതാണ് പിന്നെ ഇപ്പോ മറ്റേ DMK പിന്നെ തൃണമൂലായി അതിന്റെ അടുത്ത് ലീഗുമായി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സ്ഥാനം കൊടുത്ത് അയക്കും തില്ലങ്കേരിക്ക് കൊടുത്തേ. നിങ്ങൾക്ക് നല്ല സ്ഥാനം തന്നെ BJP പോകുന്ന ആരംഭിക്കും. CPM പോയി കഴിഞ്ഞാല് അവരതും പറയും, അപ്പുറം പറയും. കാരണം ബുദ്ധിയിലെ തലച്ചോറുള്ള ഒരാള് 27 വർഷം CPM മെമ്പറായ ഞാൻ 27 കൊല്ലം CPM പിന്നീട് നമുക്ക് തിരിച്ചറിഞ്ഞു ഇന്ത്യ രാജ്യത്ത് BJP വളർത്താനും കേരളത്തിൽ പ്രത്യേകിച്ചും. കാരണം ആഭ്യന്തരം തില്ലങ്കേരിക്ക് കൊടുത്തതാണ്. അപ്പൊ ആഭ്യന്തര വകുപ്പും BJP വളർത്ത പിണറായിക്കും മരുമോനും മാത്രം നാട്ടിൽ ജീവിക്കണം, പാർട്ടിക്കാർക്ക് ജീവിക്കണം, പാർട്ടിക്കാരുടെ കാര്യം നടക്കണ്ട. ആഭ്യന്തരം CPM ആകെ 28 വയസ്സായിട്ടെങ്കിൽ 27 കൊല്ലം എങ്ങനെ CPM ഞാൻ 17 വയസ്സിൽ CPM 44 വർഷമായി. 44 വയസ്സാ. 17 വയസ്സിൽ ഈ ഭാഗത്ത് ന്യൂനപക്ഷത്ത് നിന്ന് ആദ്യമായിട്ട് CPM വന്ന ആളാണ്. എല്ലാവിധ ആരോപണങ്ങളും നേരിട്ടുകൊണ്ട് അന്ന് CPM വന്നാളാ. പക്ഷേ ഇപ്പൊ തിരിച്ചറിവ് വന്ന് 40 വയസ്സ് കഴിയേണ്ടി വന്ന് തിരിച്ചറിവ് വരാന് അതോടെ CPM രാജിവെച്ച് പാർട്ടിക്ക് തിരിച്ചറിവ് വന്നപ്പോ മൂപ്പര് ഒഴിവാക്കി. പാർട്ടിക്ക് കൊള്ളാത്തവരാണെന്ന് പാർട്ടിക്ക് തോന്നിയപ്പോ പാർട്ടി മൂപ്പര് ഒഴിവാക്കി. അത് വരെ സ്ഥിരം പരിപാടിയാണ്. അതായത് ആരെങ്കിലും പാർട്ടിയിൽ നിന്ന് പോകാന്ന് കണ്ടു കഴിഞ്ഞാൽ എന്നാ ഞങ്ങൾ അവനെ പുറത്താക്കിയിട്ടവരെ ആ പരിപാടി ഇവിടെ വേണ്ട. പാർട്ടിക്ക് കൊള്ളാത്തവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും. അത് ശീലമില്ലാത്ത കോൺഗ്രസിന് അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഓർക്ക് അത് ശീലമില്ല. കാരണം രാഹുൽ മാങ്കൂട്ട് തന്നെ ഒഴിവാക്കി, പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കി പറഞ്ഞു. പാലക്കാട് മുഴുവൻ മൂപ്പര് നടന്നു കണ്ട് പ്രചരണം നടത്തുന്നു. അപ്പൊ എന്ത് പാർട്ടിയിൽ നിന്ന് എങ്ങനെ ഒഴിവാക്കി? ഞാനിപ്പോ രാഹുൽ ഗാന്ധിന്റെ കരങ്ങൾക്ക് ശക്തി പകരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഞാൻ ഇത്രയും കാലം CPM പറഞ്ഞു. എന്റെ 17 വയസ്സിൽ CPM ആയതാ. 43 വയസ്സിൽ തിരിച്ചറിവ് വന്ന് ഇപ്പോൾ പറഞ്ഞാൽ പാർട്ടിയുടെ സംവിധാനം ഇല്ല. ഇപ്പോൾ അതൊക്കെ വേറെ ആരോപണം. അൻവർ രാജിവെച്ചപ്പോഴാണ് CPM രാജിവെച്ച്. അൻവറിന്റെ കൂടെ രാജിവെച്ച് അൻവറിന്റെ ആ മുന്നോട്ട് വെച്ച വിഷയങ്ങളെ മൂപ്പര് പിന്തുണച്ചതാണ്. അല്ല DMKന്റെ ആളല്ല മൂപ്പര്. നിങ്ങൾ കോൺഗ്രസ്? ഞാന് പിന്നെ മുസ്ലിം ലീഗുകാരനാണ്. BDP പഞ്ചായത്ത് ഇലക്ഷൻ പ്രമാണിച്ച് ലീഗിക്ക് പോയ ആളാ. മുസ്ലിം ലീഗിലോട്ട് കടന്നു പോകാനുള്ള കാരണമുണ്ട്, വ്യക്തമായ കാരണമുണ്ട്. ഈ ഇടതുപക്ഷത്തിന്റെ കൂടെയാണ് BDP. ഒരു കാരണമില്ല. അതായത് ഇപ്പോൾ നമ്മളെ വാർഡിലേക്ക് നമ്മളെ നാട്ടിലേക്ക് ഇറങ്ങി തിരിച്ചാൽ പിന്നെ പെർമിറ്റ് ഫീ 422 രൂപയുള്ള പെർമിറ്റ് ഫീയാ ഇന്ന് 6200 മാറിയത്. സാധാരണ ജനങ്ങളെ നെട്ടലൊടിക്കുന്ന രീതിയിലാണ് പോകുന്നത്. മുനിസിപ്പാലിറ്റിയിലേക്ക് പോയി നോക്കി, അല്ലെങ്കിൽ കോർപ്പറേഷനിൽ 12000 രൂപ ഒരാൾക്ക് 1200 സ്ക്വയർ ഫീറ്റുള്ള വീടിന് പെർമിഷൻ അടക്കേണ്ടത്. ഈ ഇടതുപക്ഷ സർക്കാരാണ് ഈ കോലത്തിലായിരിക്കുന്നത്. ഏതെങ്കിലും സർക്കാർ ഈ കോലത്തിലായിട്ടുണ്ടോ? അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ കൂടെ നിൽക്കുന്ന BDP കൂടെ നിൽക്കാൻ എനിക്ക് സാധ്യമല്ല. അതിന് ഏറ്റവും നല്ലത് ഈ പ്രദേശത്ത് ന്യൂനപക്ഷങ്ങൾക്ക് അർഹമായ കാര്യങ്ങൾ നേടിക്കൊടുക്കുന്ന മുസ്ലിം ലീഗിന്റെ കൂടെ ചേർന്നു. വികസനം ഉറപ്പിക്കാൻ വരുന്നുണ്ട് സഭയിൽ പുതിയൊരു സ്ഥാനാർത്ഥി. നല്ല വികസനം നേരിടുവാൻ അവർക്കായി ജയിക്കുവാൻ വോട്ടുകൾ ചെയ്തിടണേ, ചിഹ്നം നോക്കിയിട്ട് ചെയ്തിടണേ. ഇതിപ്പോ എന്താ പറയുക, ഒരു ചിഹ്നം പ്രത്യേകിച്ച് പറയാൻ പറ്റില്ല. എല്ലാ ചിഹ്നക്കാരും ഉണ്ട് ഇവിടെ. പ്രാവശ്യം പെരുവള്ളൂർ പഞ്ചായത്തിൽ UDF തൂത്തു വരും. കഴിഞ്ഞ പ്രാവശ്യം UDF തന്നെയാണ്. പക്ഷെ ഇത് ഒന്നും കൂടി ശക്തിയായിട്ട് ഉയർത്തി എഴുന്നേൽക്കും. അത്രക്ക് പവറാണ് ഇവിടെ UDF. ഇന്നലെ ലീഗർ തമ്മിൽ കൂട്ടിയടിച്ച് ഇവിടെ കൊല്ലഞ്ചേരിക്ക് ലീഗർ തമ്മിൽ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് UDF മുന്നോട്ട് പോകുന്ന ഒരു പഞ്ചായത്താണ് ലീഗ് കോൺഗ്രസ് അടി എന്ന് പറയുന്നു. ആര് പറഞ്ഞു? ഓലെ അടിയുന്നുണ്ടോ? ഓല് കണ്ടില്ലോ? ഓല് കണ്ടില്ലോ? കണ്ടോ? ഓല് ഇവിടെ കുത്തനാട് ആലോചിച്ച് പറയാണ് ലീഗർ തമ്മിൽ ലീഗർ തമ്മിൽ അടി. CPM? ഞാൻ CPM. ഇവിടെ സീറ്റ് ഉണ്ടോ? സീറ്റുണ്ട്. എത്ര സീറ്റുണ്ട്? നമുക്ക് 2 സീറ്റുണ്ട്. 2 സീറ്റുള്ളൂ. കൂടും. ഈ പ്രാവശ്യം കൂടും. അതും കൂടി പോകാനുള്ള പരിപാടി ഞങ്ങൾ നോക്കുന്നുണ്ട്. സ്ഥാനാർത്ഥികൾ ഇവിടെ. നമസ്കാരം. 2 സ്ഥാനാർത്ഥികളാ.
ഇസ്മായിലാക്കാന്റെ ആ പാത പിന്തുടരാനാണ്, ജാതി മതമൊന്നും നോക്കാണ്ട് ജനങ്ങളെ സേവിക്കും. ജനങ്ങളെ സേവിക്കാനാണ്, അതിനാണ് നിന്നിട്ടുള്ളത്. ഏത് പാർട്ടിയാ? CPM ആണല്ലേ. അവിടെ ഇപ്പൊ ആരാ ജയിച്ചത് കഴിഞ്ഞ തവണ? ലീഗ്. ആണല്ലേ. വലിയ ഭൂരിപക്ഷം ലീഗിന് അട്ടിമറിക്കോ? ഈ മറിക്കുമെന്ന് വെച്ചാൽ അറിയില്ല. മറിക്കും. അങ്ങനെയാ? ഈ ആഴ്ച 2000 ഉറുപ്പ ഉള്ളത് 3600 രൂപ ആളുകൾക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. അത് മാത്രമല്ല അത് കിട്ടും. കയ്യിൽ കിട്ടിയിട്ട് പറയാം 3600 കിട്ടിയിടുന്നു. അല്ല ഇത്രയും കാലം കിട്ടിയില്ല. 200 കിട്ടിയ സ്ഥിതിക്ക് 2000 കിട്ടും. 2000 കാലങ്ങളാണ് ഇത് കയ്യിൽ കിട്ടി കീശയിൽ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. കിട്ടിയിടുന്നത് 18 നിങ്ങൾ UDF-ന്റെ കരുത്തനായ നേതാവാണോ? അല്ല, ഞാൻ കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനാണ്. UDF-ന്റെ സംവിധാനങ്ങളോട് വളരെ ശക്തമായിട്ട് ഒന്ന് കൈയ്യടിച്ചാൽ നിൽക്കുന്നതാണ്. ഏത് വാർഡിനാണ് മത്സരിക്കുന്നത്? ഞാൻ 7ാം വാർഡ് ഇല്ലത്തുമാട് ഡിവിഷനിൽ മത്സരിക്കുന്നത്. ആണല്ലേ. ഈ പഞ്ചായത്ത് പേരോട് എന്നെ വിജയിപ്പിക്കണമെന്ന് മാതൃഭൂമി ന്യൂസിന്റെ പ്രേക്ഷകരോട് അഭ്യർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും രാഷ്ട്രീയത്തിന് അതീതമായ ഒരു വികസനമാണ് നമ്മുടെ കാഴ്ചപ്പാട്. ഇലക്ഷൻ കഴിഞ്ഞ് ഞങ്ങളും കെട്ടിപ്പിടിച്ച് നടക്കൂലേ? എന്താ സംശയം? ഇപ്പോഴേ കെട്ടിപ്പിടിച്ചാൽ അയൽക്കാരാണ്, അടുത്ത വീട്ടുകാരാണ്. അപ്പൊ കുഴപ്പമൊന്നുമില്ല. ഇലക്ഷൻ മാത്രമേ ഉള്ളൂ. രാഷ്ട്രീയമായിട്ട് കാണുക, ബന്ധങ്ങളായിട്ട് കാണുക. ജനങ്ങൾക്ക് വേണ്ടിയാണ് എന്നെ തെരഞ്ഞെടുത്തെന്നുള്ള ഉത്തമ ബോധ്യം പേർക്ക് വേണം. അല്ലാതെ താൽക്കാലിക ലാഭത്തിന് വേണ്ടി ആവരുത് പ്രവർത്തനം എന്നുള്ളതാണ് പറയാനുള്ളത്. കാരണം സമഗ്ര അടിസ്ഥാന സൗകര്യങ്ങൾക്ക് മുൻഗണന നൽകണം അവർ. നമ്മൾ വോട്ടർ സൈക്കിൾ ഡയറി യാത്ര തുടരുകയാണ് ഇവിടെ മലപ്പുറത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക്.